ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് പർദ എന്ന മൂവിയാണ്. ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം അവരുടെ മുഖം മറച്ചില്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ജീവനില്ലാതെയായിരിക്കും ജനിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുഖം പുറത്ത് കണ്ടാൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയും വേണം. ഇത്രയധികം വിചിത്രമായ ആചാരങ്ങളുള്ള ഒരു ഗ്രാമത്തിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഇടാനും മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയായ സുബ്ബലക്ഷ്മി അവിടുത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണ്. ആ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം തന്നെ അവരുടെ മുഖം തുണി കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. അതിനവർ പർദ്ദ എന്നാണ് പറയുന്നത്. സുബുവിന്റെ അച്ഛനും പർദ്ദ വിൽക്കുന്ന ജോലിയാണ്. അയാൾ ഉറക്കെ വിളിച്ചു കൂവി ആൾക്കാരെ തന്റെ കടയിലേക്ക് വരുത്തുന്നുണ്ട്. ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അവളുടെ അച്ഛന്റെ തൊണ്ടയിടുന്നത് സുബു ശ്രദ്ധിക്കുന്നുണ്ട്. ആ ടൈമിൽ അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന രാജേഷ് എന്ന് പറയുന്ന പയ്യൻ അവളുടെ കയ്യിലേക്ക് ഒരു വള കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുന്നു. എന്നാൽ അവളാകട്ടെ അവനെ വഴക്ക് പറഞ്ഞ് അവിടെ ഓടിക്കുന്നു. വിവാഹം കഴിയുന്നിടം വരെ നിന്റെ മുഖം ഞാൻ കാണില്ല എന്ന് പ്രതിജ്ഞ എടുത്തതല്ലേ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടാണ് അവൾ അവിടെ നിന്നും അവനെ ഓടിച്ചു വിട്ടത്. ആ ഗ്രാമത്തിലെ അവരെല്ലാവരും ആരാധിക്കുന്നത് ജാലമ്മ എന്ന് പറഞ്ഞ ദേവിയാണ്. ആ ദേവിയുടെ മുഖം പോലും ഇവർ തുണികൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ജാലമ്മയുടെ അടുത്തായിട്ട് ഒരു അഖണ്ഡ ജ്യോതി എരിഞ്ഞുകൊണ്ടേയിരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ജ്വാലമ്മ ഒരു യോദ്ധാവായിരുന്നു. ഒരുപാട് ശിഷ്യന്മാർക്ക് അഭ്യാസമുറകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് അവരുടെ ഒരു ശിഷ്യനെ ഒരു പാമ്പ് കൊത്തി. ആ സമയത്ത് ജ്വാലമ്മ ഗർഭിണിയായിരുന്നു. അതൊന്നും ചിന്തിക്കാതെ ജ്വാലമ്മ ആ കുട്ടിയെ എടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് വൈദ്യന്റെ അടുത്തേക്ക് പോയി. തിരിച്ചവർ കുതിരപ്പുറത്ത് വരുന്ന വഴിക്ക് ജ്വാലമ്മയെ കണ്ടിട്ട് ദുഷ്ടന്മാരായ 2 കാട്ടാളന്മാർ പറഞ്ഞു, ഗർഭിണിയായ നിങ്ങളിങ്ങനെ കുതിരപ്പുറത്ത് വരുന്നത് ശരിയല്ല, ഞങ്ങളുടെ വണ്ടിയിൽ കയറിക്കുമെന്ന്. അത് ശരിയാണെന്ന് സമ്മതിച്ച് ജ്വാലമ്മയും അവരുടെ കൂടെ യാത്ര തിരിച്ചു. എന്നാൽ അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ജ്വാലമ്മയെ ഉപദ്രവിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ജ്വാലമ്മ കുറെ നേരം അവരെ ചെറുത്തു നിന്നെങ്കിലും നീചന്മാരായ കള്ളന്മാർ ജ്വാലമ്മയെ കീഴടക്കി അഗ്നിക്കിരയാക്കി. എന്നാൽ സ്വയം കത്തി അമരുമ്പോഴും ജ്വാലമ്മ ആ കള്ളന്മാരെ എങ്ങനെയൊക്കെ കൊന്നൊടുക്കി. എന്നിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന കിണറിലേക്ക് ചാടി. അതോടെ ജ്വാലമ്മ മരിച്ചുപോയി. ഗർഭിണിയായിരുന്ന ജ്വാലമ്മയുടെ മരണം ഈ ഗ്രാമത്തിൽ വലിയൊരു ശാപത്തിന് കാരണമായി. ആ ഗ്രാമത്തിലെ സ്ത്രീകൾ പിന്നീട് പ്രസവിച്ചതെല്ലാം തന്നെ ജീവനില്ലാത്ത കുഞ്ഞുങ്ങളെയായിരുന്നു. അങ്ങനെ നിരന്തരം ഇങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കാരണം ഈ ഗ്രാമവാസികൾ ജ്വാലമ്മയെ ആദരിക്കാൻ ആരംഭിച്ചു. ആ ഗ്രാമം മുഴുവൻ ആ ശാപത്തിന്റെ പേരിലുള്ള പരിഹാര ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജ്വാലമ്മയുടെ മുഖത്തേക്ക് ഒരു വലിയ തുണി എവിടെ നിന്നോ വന്നു. ഇതെന്തോ ഒരു നിമിത്തമാണെന്ന് മനസ്സിലാക്കിയ ആ ഗ്രാമവാസികളാകട്ടെ പിന്നീട് ഒരു പ്രതിജ്ഞ എടുത്തു. ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ആരും തന്നെ തങ്ങളുടെ മുഖം പുറത്ത് കാണിക്കില്ല. വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവരുടെ മുഖം കാണാനുള്ള അനുവാദമുള്ളൂ. ആ പ്രതിജ്ഞയുടെ അടയാളമായിരുന്നു ഒരിക്കലും അണയാത്ത ആ അഖണ്ഡ ജ്യോതി. അതിനുശേഷം അവിടെ ജനിച്ച കുഞ്ഞുങ്ങളൊന്നും തന്നെ മരിച്ചില്ല. അതോടുകൂടി എല്ലാ വർഷവും അവർ ജ്വാലമ്മക്ക് വേണ്ടി പൂജകൾ നടത്തുകയും ഉത്സവം നടത്തുകയും ചെയ്തു. ഏതെങ്കിലും സ്ത്രീകൾ ഇവരുടെ ഈ പ്രതിജ്ഞ തെറ്റിച്ച് തങ്ങളുടെ മുഖം പുറത്തു കാണിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സ്വയം ജ്വാലമ്മ ചാടിയ അതേ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ശാപം വീണ്ടും തിരിച്ചു വരുമെന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഈ നാട്ടുകാർ വിശ്വസിച്ചു. നമ്മുടെ സുബു ആകട്ടെ പർദ്ദ വിൽക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ്. ഇനിയിപ്പോ അച്ഛന് തൊണ്ട കീറി ഇങ്ങനെ വിളിച്ച് പറയണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവളുടെ എൻഗേജ്മെന്റ് ആണ്. അവളുടെ അമ്മ നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന രാജേഷിനെ ആകട്ടെ അവൾക്ക് ചെറുപ്പകാലം മുതലേ അറിയാം. പണ്ട് മുതലേ പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവളും കൂട്ടുകാരിയും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു കാറ്റടിച്ചിട്ട് സുബുവിന്റെ മുഖത്തു നിന്നും ആ പർദ്ദ ഉയർന്നു പോയി. അവൾ വല്ലാണ്ട് പേടിച്ച് ചുറ്റും നോക്കുകയായിരുന്നു. ആരെങ്കിലും തന്റെ മുഖം കണ്ടോ എന്ന്. വല്ലാതെ പേടിച്ച് അവൾ പറന്നുപോയ ആ പർദ്ദ എങ്ങനെയൊക്കെയോ എടുത്തിട്ട് അവിടെ നിന്നും പോയി. ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകാരി പറയുന്നുണ്ട്, അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ആരും നിന്റെ മുഖം കണ്ടിട്ടില്ല എന്ന്. നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീട്ടിലെത്തിയ സുബു തന്റെ അച്ഛനോട് തനിക്കൊരു പുതിയ പർദ്ദ തയ്ച്ചു തരണം, അതിലിങ്ങനത്തെ ഡിസൈൻ വേണമെന്ന് പറയുന്നു. കൂടാതെ അച്ഛന് വേണ്ടി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന വോയിസും അവൾ സമ്മാനിക്കുന്നു. തന്റെ എൻഗേജ്മെന്റിന് അമ്മയുടെ കൂട്ടുകാരി രത്നാക്കിയെ വിളിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. അച്ഛനത് മറന്നുപോയെങ്കിലും അവൾ അത് മറക്കാതെ ഓർമ്മിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് രത്നത്തിനെയാണ് കാണിക്കുന്നത്. എൻഗേജ്മെന്റിന്റെ കാര്യമെല്ലാം വിളിച്ചു പറഞ്ഞതും അവർക്കും പോകാൻ നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അവരുടെ ഹസ്ബൻഡിന്റെ കാര്യവും കുട്ടികളുടെ കാര്യവും നോക്കി അവരെപ്പോഴും ബിസി ആയിരുന്നു. എന്തിനും ഏതിനും അവിടെ രത്നം വേണം. പക്ഷെ എങ്ങനെയൊക്കെയോ അവരാകട്ടെ തന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചെടുക്കുന്നു. 2 ദിവസം തനിക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും അയാൾ പറഞ്ഞെങ്കിലും രത്നം കുറച്ചധികം റിക്വസ്റ്റ് ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചതാണ്. ഇതിനിടയ്ക്ക് ഗ്രാമത്തില് ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അടുത്തിടെയാണ് ഋതുമതിയായത്. ഋതുമതിയായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പർദ്ദയിട്ട് തുടങ്ങണം. അതുവരെ അവർക്ക് മുഖം കാണിക്കാം. പക്ഷെ അതിനുശേഷം ഒരിക്കലും മുഖം കാണിക്കാൻ പാടില്ല. എന്നാൽ ഇവളാകട്ടെ ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ അമ്മ അവളെ വഴക്ക് പറയുന്നു. നീ പ്രായപൂർത്തിയായതാ, ഇനി ഒരിക്കലും നിന്റെ മുഖം ആരും കാണാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ തന്റെ പർദ്ദ ഫംഗ്ഷൻ നാളെയല്ലേ, ഇന്ന് കൂടി ഒന്ന് കളിക്കാൻ പോയിക്കോട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവിടെ അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ അവർ മാത്രമാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത്. നീ പുറത്തേക്കൊന്നും പോണ്ട, ആരെങ്കിലും നിന്നെ കാണണ്ട. ജാലമ്മയുടെ ശാപം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് തന്റെ കുഞ്ഞു ചിലപ്പോൾ ജീവനില്ലാതെ ജനിച്ചാലോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു.
അത് കേട്ടപ്പോൾ ഗൗരിയും പറയുന്നുണ്ട്, ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് കൊള്ളാമെന്ന്. ഇവിടെ നമ്മുടെ സുബുവും രാജേഷും അവിടെ കിടക്കുന്ന ഒരു പഴയ ട്രെയിൻ ബോഗിയിൽ വെച്ച് കണ്ടുമുട്ടും. എന്നാൽ പരസ്പരം കാണാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത്. സുബുവിന് രാജേഷിന്റെ മുഖം കാണാം, എന്നാൽ സുബു ആകട്ടെ നേരത്തെ തന്നെ പ്രതിജ്ഞ എടുത്തതാണ്. അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ രാജേഷിന് പിന്നെ അവളുടെ മുഖം കാണില്ല എന്ന് മനസ്സിലായി. ഒരുപാട് വിഷമമായിരുന്നു അന്ന് രാജേഷിനെ സമാധാനിപ്പിക്കാനായിട്ട് സുബു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്റെ മുഖം കാണാൻ പറ്റിയില്ലെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് നിന്റെ മുഖം കാണണ്ട, എന്ന് നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ടോ അന്ന് മാത്രം നമ്മൾ പരസ്പരം മുഖം കണ്ടാൽ മതി. 3 ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ എൻഗേജ്മെന്റ് ആണ്. അതിന്റെ സന്തോഷത്തിലാണ് അവർ. നമുക്ക് സിറ്റിയിൽ പോയി ഒരു വീടൊക്കെ വാങ്ങി അവിടെ ഒരു ബാങ്കിൽ നീ ജോലിയും നേടി ഞാൻ അവിടെ ടീച്ചറായിട്ട് കയറാന്നൊക്കെ അവൾ പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, നീ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീട്ടിലെത്തിച്ച് തന്നോളാം, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം. അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവളും പറഞ്ഞു. അവൾക്ക് അതിലൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഗൗരിയുടെ പർദ ഫംഗ്ഷനാണ്. അതിൽ സുബു ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷന് ശേഷം സുബുവിന്റെയും രാജേഷിന്റെയും എൻഗേജ്മെന്റ് ആയിരുന്നു. രത്നവും അവിടേക്ക് എത്തിയിട്ടുണ്ട്. രത്ന ആ ഗ്രാമത്തിന് പുറത്തുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അവിടെ പർദ്ദയൊന്നും ധരിക്കേണ്ട, ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് മാത്രം അത് ധരിച്ചാൽ മതിയായിരുന്നു. ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കെ ആരുടെയോ കയ്യിൽ നിന്നും ഒരു മാസിക താഴേക്ക് വീഴുന്നു. ആ മാസികയുടെ കവർ പേജിൽ സുബുവിന്റെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കൊച്ചുകുട്ടി അത് കൊണ്ടുപോയി ഒരു കൂടയിൽ വെച്ചു. അതാകട്ടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്ന സാധനങ്ങൾ ഇടുന്ന കൂടെയും. ഇതൊന്നും അറിയാതെ ആരോ അതെടുത്ത് രാജേഷിന്റെ ഫാമിലിയുടെ കയ്യിൽ കൊടുത്തു. അവരെല്ലാവരും ആ മാസികയുടെ കവർ പേജ് കണ്ട് ഞെട്ടിപ്പോയി. ഇത് സുബു അല്ലേന്ന് പലരും സംസാരിക്കാൻ തുടങ്ങി. ഇനി പുരുഷന്മാർ ആ ഗ്രാമത്തിലെ സ്ത്രീകളുടെ മുഖം കാണാൻ പാടില്ലാത്തതാണ്. ഇതിപ്പോൾ ഇവളുടെ മുഖം ഗ്രാമത്തിലെ എല്ലാവരും കണ്ടിരിക്കുന്നു. അവിടെ വലിയ പ്രശ്നമായി. ശ്രാവന്തിയുടെയും ഭർത്താവിന്റെയും അവസ്ഥ വളരെ മോശമായിരുന്നു. തങ്ങളുടെ കുഞ്ഞ് ജീവനില്ലാതെ ജനിക്കുമെന്നുള്ള പേടിയായിരുന്നു അവർക്ക്. ശ്രാവന്തിയുടെ ഹസ്ബൻഡ് ഈ നാട്ടുകാരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അമ്മയുടെ മുഖത്തെ പർദ്ദ മാറിയിട്ട് പലരും അവരുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സുബു അവളുടെ അമ്മയുടെ വയറ്റിലായിരുന്നു. സുബുവിന്റെ അച്ഛൻ എല്ലാവരുമായും പ്രശ്നമുണ്ടാക്കി. ഈ പയ്യന്റെ അമ്മയുടെ മുഖം എല്ലാവരും കണ്ട സ്ഥിതിക്ക് അവർ ആത്മഹത്യ ചെയ്യണമെന്നും അല്ലെങ്കിൽ തന്റെ കുട്ടിക്ക് ജീവൻ ഉണ്ടാകില്ല എന്നും. അങ്ങനെ നമ്മുടെ സുബു ജനിച്ചത് തന്നെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതിനു ശേഷമാണ്. അന്ന് ആത്മഹത്യ ചെയ്ത ആ സ്ത്രീയുടെ മകന്റെ കുഞ്ഞ് ജനിക്കാനിരിക്കെ തന്നെ സുബുവിന്റെ മുഖം എല്ലാവരും കണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ വീട്ടുകാർ സുബുവിനോട് ഒരു ദയയും കാണിക്കില്ല. അവൾ ആത്മഹത്യ ചെയ്തേ പറ്റൂ എന്നാണ് എല്ലാവരും പറയുന്നത്. രത്ന സുബുവിനോട് പറയുന്നുണ്ട്, ഈ നാട് വിട്ടു പോകാം, നീ ഇവിടെ നിൽക്കണ്ട എന്ന്. പക്ഷേ താൻ കാരണം നാട്ടിലൊരു കുഞ്ഞു പോലും ജീവനില്ലാതെ ജനിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നു. മരിക്കുന്നതിന് മുമ്പ് അവൾ രാജേഷിനെ ഒരു തവണ കൂടി കാണുന്നുണ്ട്. എന്തായാലും ഞാൻ മരിക്കാൻ പോകുകയില്ലേ, അതിനു മുമ്പ് എനിക്ക് നിന്റെ ഫേസ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ പർദ്ദ ഇട്ടുകൊണ്ട് അവനെ പോയി കാണുന്നു. അപ്പോഴും അവൻ അവളുടെ ഫേസ് കാണാൻ പറ്റുമായിരുന്നില്ല. അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. പിറ്റേന്ന് ആ ഗ്രാമത്തിലെ ആചാരപ്രകാരം അവളെ എല്ലാവരുടെയും മുന്നിലൂടെ പൂജയൊക്കെ ചെയ്ത് ആ ഗ്രാമത്തിലെ കുളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജേഷും രത്നയും തടയാൻ ശ്രമിച്ചെങ്കിലും ഗ്രാമവാസികൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. സുബുവിന്റെ കയ്യിൽ വലിയൊരു പാറക്കല്ലും കെട്ടിവെച്ചാണ് അവർ കുളത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. അതിനു മുമ്പ് ചെയ്ത തെറ്റിന് ദേവിയോട് മാപ്പ് പറയണം. എന്നാൽ സുബു അവിടെ നിന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ആർക്കും ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തിട്ടുമില്ല. എന്നാൽ ഞാൻ തെറ്റ് ചെയ്തതായിട്ട് ദേവിക്ക് തോന്നുകയാണെങ്കിൽ ദേവി എന്നെ കൊല്ലും. അതും പറഞ്ഞിട്ട് അവൾ കിണറ്റിലേക്ക് ഇറങ്ങി. മരണത്തെ മുഖാമുഖം അവൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശക്തമായ രീതിയിൽ അവിടെ കാറ്റടിക്കാൻ തുടങ്ങി. ദേവിയുടെ അഖണ്ഡ ജ്യോതി അണഞ്ഞു. അതോടെ ആൾക്കാർക്ക് മനസ്സിലായി അനർത്ഥം സംഭവിച്ചിരിക്കുന്നു. സുബു നിരപരാധിയാണ്, അതുകൊണ്ട് ദേവി കോപിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഓടി വന്ന കുറച്ച് സ്ത്രീകൾ പറയുന്നുണ്ട് അവളെ പുറത്തെടുക്കാൻ. പിന്നൊന്നും നോക്കി നിൽക്കാതെ രാജേഷ് കിണറ്റിലേക്ക് ചാടി അവളെ പുറത്തെടുക്കാൻ. പക്ഷേ എന്നാലും ഗ്രാമവാസികളുടെ പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. അഖണ്ഡ ജ്യോതി കാറ്റടിച്ചണഞ്ഞതായിരിക്കും, അത് ദേവിയുടെ കോപമൊന്നും ആയിരിക്കില്ല. ഇവൾ ആത്മഹത്യ ചെയ്തെങ്കിൽ മാത്രമേ നാടിന്റെ ശാപം മാറുന്നൊക്കെ അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാം കേട്ട് രത്ന പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ഇവളെ നിങ്ങൾ വീണ്ടും കൊലക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജ്വാലമ്മ വീണ്ടും കോപിക്കും, അത് ഈ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഇവളുടെ സത്യം എല്ലാവരെയും ബോധിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കണം. രാജേഷ് പറയുന്നുണ്ട്, ഈ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ നോർത്ത് ഇന്ത്യയിലെ ധർമ്മശാലയിൽ എവിടെയോ ഉണ്ട്, അതുകൊണ്ട് അയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിയാം. ഇവൾ മനഃപൂർവ്വം അയാളുടെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം പുറത്തു വന്നാൽ ഇവൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ഫോട്ടോഗ്രാഫറുടെ നമ്പർ കിട്ടിയെങ്കിലും വിളിച്ചിട്ട് കോൾ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഗ്രാമവാസികൾ ഇവളോട് പറയുന്നുണ്ട്, നീ തന്നെ പോയി ഫോട്ടോഗ്രാഫറിനെ കണ്ടുപിടിച്ച് അയാൾ ഇവിടെ വന്ന് എല്ലാവരോടും പറയണം അയാൾ നിന്റെ അനുവാദം ഇല്ലാതെയാണ് നിന്റെ ഫേസ് ക്യാമറയിൽ പകർത്തിയതെന്നും ആ മാസികയിൽ കവർ പേജ് ആയി കൊടുത്തതെന്നും. പക്ഷെ അവൾ ഒറ്റയ്ക്ക് ഗ്രാമത്തിന് പുറത്ത് പോയിട്ട് പോലുമില്ല. അവളെ കൊണ്ട് അത് ഒറ്റയ്ക്ക് സാധിക്കില്ല. ഈ ഗ്രാമത്തിൽ നിന്നും ആരും അവളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലെന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ രത്നം പറയുന്നുണ്ട്, ഞാൻ തന്നെ അവളുടെ കൂടെ പോയിക്കൊള്ളാമെന്ന്. ആ പോക്കിൽ അവൾ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അവളുടെ അച്ഛനെ വെറുതെ വിടില്ലെന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ആ ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തി കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ധർമ്മശാലയിലേക്ക് യാത്രയാകുന്നു. ഇവിടെ രത്നയാകട്ടെ തന്റെ ഭർത്താവിനോട് വിളിച്ച് കള്ളം പറയുന്നുണ്ട്, തന്റെ വീടിനടുത്തുള്ള മേമക്ക് സുഖമില്ലാന്നും അവരെന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അതുകൊണ്ട് 2-3 ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂടി പോയിട്ട് വരൂ എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം രത്നയുടെ ഹസ്ബൻഡ് ആ കള്ളമൊക്കെ വിശ്വസിച്ചു. ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ രത്നയുടെ ഒരു ഫ്രണ്ടിന്റെ മകളായ ആമി അവരെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമിയായിരിക്കും ഇവരെ ധർമ്മശാലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അടുത്തതായിട്ട് നമ്മളെ ആമിയെ കാണിക്കുന്നുണ്ട്.
അവളെ അവളുടെ അമ്മ വിളിച്ചിട്ട് ഇതുപോലെ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ആളുകൾ വരുന്നുണ്ട്, അവരുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ ആമി പറയുന്നുണ്ട് ഞാനൊരു പ്രൊജക്ട് വർക്കുമായിട്ട് തിരക്കിലാണ്, എന്നെ കൊണ്ടൊന്നും അവരെ പിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുകയും തന്റെ കൂടെ ഉണ്ടായിരുന്ന മെൻ വർക്കേഴ്സിനെ പോലെ തന്നെ ആമി കഷ്ടപ്പെട്ട് പണിയെടുക്കുമായിരുന്നു. എന്നാൽ ആണുങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരവും അവൾക്ക് കിട്ടിയിരുന്നില്ല. ഇത്തവണ ഒരു പ്രൊജക്ട് കിട്ടാൻ വേണ്ടി അവൾ തയ്യാറായിരിക്കുകയായിരുന്നു. ആ അവസരം അവൾ ഒരു പെണ്ണാണെന്നുള്ള പേരും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും മറ്റൊരാൾ തട്ടിയെടുത്തു. എന്തുകൊണ്ട് അത് അവൾക്ക് അർഹതപ്പെട്ടതായിരുന്നു. അങ്ങനെ കലിപൂണ്ട് നിൽക്കുകയായിരുന്ന ആമി എന്തായാലും അവൾക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ അവളുടെ അമ്മ വീണ്ടും വിളിച്ചു. സുബുവിൻ്റെയും രത്നയുടെയും കാര്യം പറഞ്ഞപ്പോൾ ശരി, ഞാൻ അവരെ ധർമ്മശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് ആമി സമ്മതിക്കുന്നു. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയ രത്നയെയും സുബുവിനെയും ആമി പിക്ക് ചെയ്യുകയാണ്. അവിടെ തണുപ്പായതുകൊണ്ട് അവർ കുറച്ച് കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ സുബു ആകട്ടെ ചെറുതായിട്ട് ആൾക്കൂട്ടത്തിൽ ഒന്ന് വഴി തെറ്റിപ്പോയി. അവൾ അങ്ങനെ രത്നയെ നോക്കി നടക്കുമ്പോൾ കാണുന്നത് അവിടെ അവളുടെ വലിയൊരു പിക്ചർ വെച്ചിരിക്കുന്നതാണ്. ആ മാസികയിൽ വന്ന അതേ പിക്ചർ തന്നെ. അവൾ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. പേടിച്ച് ഒരിടത്ത് പോയി ഉറക്കെ നിലവിളിക്കുന്നു. രത്നയും ആമിയും കുറെ അന്വേഷിച്ചാണ് അവളെ കണ്ടെത്തുന്നത്. തന്റെ പിക്ചർ എല്ലാവരും കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ആമി പറയുന്നുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിലുള്ളത് അന്ധവിശ്വാസമാണ്. ഒരു സ്ത്രീയുടെ മുഖം കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുട്ടികൾ ജീവനില്ലാതെ ജനിക്കില്ല. എന്നാൽ അങ്ങനെ മുഖം കാണിച്ച സ്ത്രീകളെല്ലാം ആത്മഹത്യ ചെയ്തു എന്നും അതിനുശേഷം കുട്ടികളെല്ലാം ജീവനോടെയാണ് ജനിച്ചതെന്നുമാണ് സുബു പറയുന്നത്. പക്ഷേ ഒരു സ്ത്രീയെങ്കിലും ആത്മഹത്യ ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങളുടെ ഗ്രാമവാസികളുടെ കണ്ണു തുറന്നേനെ. കാരണം മുഖം കാണിച്ചൊരു സ്ത്രീ ജീവനോടെ ഇരുന്നെന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞും മരിച്ചു പോകില്ല. പക്ഷേ അതൊന്ന് തെളിയിക്കാൻ ഒരു സ്ത്രീയും ശ്രമിച്ചതുമില്ല. ആമി തന്റെ ഗ്രാമത്തിലെ ആചാരങ്ങളെ ഇങ്ങനെ കളിയാക്കുന്നത് സുബുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ആമിക്കാകട്ടെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിതമൊക്കെ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യാനായിരുന്നു താല്പര്യം. എന്നാൽ സുബു പറയുന്നുണ്ട് സ്ത്രീകളായ നമ്മൾക്ക് പ്രസവിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ആണില്ലാത്തൊരു കഴിവ് നമുക്ക് കിട്ടിയെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. അതിന് വിവാഹം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയും വേണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആമിക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെ ധർമ്മശാലയിലേക്ക് പോകുന്ന വഴിക്ക് അവരൊരിടത്ത് തങ്ങാനായി റൂം എടുത്തു. ആമി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബാത്ടബിൽ പോയിട്ട് കുളിക്കുന്നതൊക്കെ കണ്ടിട്ട് സുബു പറയുന്നുണ്ട് ഇവൾക്കൊരു നാണവും ഇല്ലാന്ന്. എനിക്ക് ഇവളുടെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഇവളുടെ സംസാരവും എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് പലതവണ സുബു ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ രത്നം പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ആരെയും അറിയില്ല, ഭാഷയും അറിയില്ല. ആമിക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ഒടുവിൽ വേറെ വഴിയില്ലാതെ സുബുവും ആമിയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയാകട്ടെ എല്ലാവരും ഉറങ്ങിയിട്ടും സുബു മാത്രം കരയുകയായിരുന്നു. കരച്ചിൽ കേട്ട് ആമി അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. എന്നാൽ സുബു അവളോട് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ ഗ്രാമത്തിലെ ആചാരങ്ങൾ തമാശയായിരിക്കും, പക്ഷെ ആ ആചാരങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഗ്രാമവാസികൾ അവളോട് പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ഗർഭിണിയായ സാമന്തിക്ക് ഒരു മാസത്തെ ഡേറ്റ് കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ അവർ പ്രസവിക്കും. അതിനുള്ളിൽ ഇവൾ ആ ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തിക്കൊണ്ട് ചെല്ലണം. ഇവളെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം. അതവൾക്ക് സാധിച്ചില്ലെങ്കിൽ ആ സ്ത്രീ പ്രസവിക്കുന്നതിന് മുമ്പ് അവൾ അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യണം. എങ്കിൽ മാത്രമേ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ ജനിക്കൂ. ഇവളിങ്ങനെ സങ്കടപ്പെട്ടതെല്ലാം പറയുന്നത് കേട്ടിട്ടും ആമിക്ക് സങ്കടം തോന്നി. ഞാനിനി നിന്നെ കളിയാക്കില്ല. ആ ഫോട്ടോഗ്രാഫറിനെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അവരെയും കൊണ്ട് ധർമ്മശാലയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് വണ്ടിയെല്ലാം കുരുങ്ങി കിടക്കുകയാണ്. ആമി ഇത് നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്ത് നമ്മുടെ സുബു ആകട്ടെ ആ ഫോട്ടോഗ്രാഫറിനെ വീണ്ടും ട്രൈ ചെയ്യുന്നു. കോൾ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അയാൾ എടുത്ത് ഹലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ഇംഗ്ലീഷൊന്നും പറയാനറിയില്ല. അത് കാരണം അവളാകട്ടെ ആമിയെ വിളിക്കുന്നു. ആമി വന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും അത് ഡിസ്കണക്ട് ആയി. വീണ്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒടുവിൽ ആമി ആകട്ടെ ഇവളുടെ കാര്യമെല്ലാം പറഞ്ഞ് അയാൾക്കൊരു മെസ്സേജ് അയച്ചു. ലാൻഡ് സ്ലൈഡ് ആയ കാരണം ഇനി ഒരു 3-4 ദിവസം ഇവർക്ക് ഇവിടെ എവിടെയെങ്കിലും തങ്ങിയേ പറ്റൂ. നമ്മുടെ രത്നയാകട്ടെ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മേമ എന്നെ എവിടേക്കും വിടുന്നില്ല, ഞാൻ അടുത്ത് വേണമെന്നാ പറയുന്നത്. മേമക്ക് തീരെ സുഖമില്ല. എന്നിട്ട് മേമയുടെ സൗണ്ടിലും അവർ ഹസ്ബൻഡിനോട് ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. അവരുടെ ഹസ്ബൻഡ് ആകട്ടെ ഒറ്റ കുട്ടികളെ നോക്കിയും അവർക്ക് ആഹാരം വെച്ചു കൊടുത്തും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നീ ഇല്ലാതൊന്നും പറ്റില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 2 ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് രത്ന പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. ഇവിടെ രാജേഷിന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട് ഇതിന് തെളിയിച്ചാലും നീ അവളെ ഇനി വിവാഹം കഴിക്കാൻ നിൽക്കണ്ടെന്ന്. കാരണം എല്ലാവരും അവളുടെ മുഖം കണ്ടു. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ലോകം മുഴുവനുള്ള ആൾക്കാർ മാസികയിലൂടെ അവളുടെ മുഖം കണ്ടിരിക്കുന്നു. അതെല്ലാം നിനക്ക് നാണക്കേടായിരിക്കും. ഇയാൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞപ്പോൾ രാജേഷിന്റെ മനസ്സിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ സുബുവും കുട്ടരുമാകട്ടെ അവിടെ ട്രക്കിങ്ങിന് വന്ന ആൾക്കാരെയും പരിചയപ്പെടുന്നു. കൂട്ടത്തിലൊരു വൃദ്ധനാകട്ടെ തന്റെ മകൾ പറഞ്ഞിട്ടാണ് യാത്ര തിരിച്ചത് തന്നെ. വീട്ടിലിരിക്കാതെ ലോകം ചുറ്റിക്കാണാനാണ് അയാളോട് അയാളുടെ മകൾ ഉപദേശിച്ചത്. പരിചയപ്പെട്ട ഓരോ ആൾക്കാർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആചാരങ്ങളുടെ പുറകെ പോകുമ്പോൾ ഇവിടെ ആൾക്കാർ സ്വപ്നങ്ങൾ കീഴടക്കുകയും ലോകങ്ങൾ കാണുകയും ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. നമ്മുടെ രാജേഷ് ആകട്ടെ കടയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ എല്ലാവരും ഓരോ മാസികകൾ വാങ്ങുന്നു. മിക്ക മാസികകളിലും മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമായിരുന്നു. കൂട്ടത്തിൽ സുബുവിന്റെ ചിത്രവും ആ മാസികയിലുണ്ട്. അത് പലരും വാങ്ങുകയും അവളുടെ ആ ചിത്രത്തിൽ തൊടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവന് അറപ്പ് തോന്നുന്നു. എല്ലാ ആൾക്കാരും അവളുടെ ഫേസ് കണ്ടു. ആ ചിത്രത്തിൽ പല പുരുഷന്മാരും തൊട്ടിരിക്കുന്നു. അതൊന്നും തന്നെ അവന് ഇഷ്ടപ്പെട്ടില്ല. സുബുവായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നാൻ തുടങ്ങി. ഇവിടെ സുബുവും കൂട്ടരും രാത്രി ക്യാമ്പ് ഫയറിന്റെ അടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ വൃദ്ധനായ മനുഷ്യൻ അവരോടൊരു കഥ പറയുന്നു. ഒരിക്കൽ അയാൾക്ക് കുറെ പക്ഷിക്കുഞ്ഞുങ്ങളെ കിട്ടി. കുറച്ചു കാലം അയാൾ അതിനെ കൂട്ടിലിട്ട് വളർത്തി. പിന്നീട് അതിനെ തുറന്നു വിട്ടേക്കാമെന്ന് കരുതി ആദ്യം ഒരെണ്ണത്തിനെ അയാൾ തുറന്നുവിട്ടു. എന്നാൽ പിറ്റേന്ന് അത് ചത്തു കിടക്കുന്നതാണ് കണ്ടത്. അത് കാരണം അയാൾ മറ്റു കിളികളെയൊന്നും പുറത്തേക്ക് വിട്ടില്ല. പക്ഷെ വീണ്ടും കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാൾ ആ കിളികളെയെല്ലാം തുറന്നുവിട്ടു. ആ കിളികൾ ആരും തന്നെ കൂടുവിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല.
ഒരേ ഒരു കിളി മാത്രം ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അത്രയും കാലം ചൂട് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന അതിന്റെ ചിറകുകൾ അതൊന്ന് ആദ്യമായി പറക്കാൻ ഉപയോഗിച്ചു. പറന്ന് അത് ആകാശത്തേക്ക് പോയി. എന്നാൽ ആ സമയത്ത് എവിടെ നിന്നോ വന്നൊരു പരുന്ത് അതിനെ കൊത്തിയെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് തോന്നി ആ കിളിയെ എനിക്ക് പറത്തി വിടേണ്ടിയിരുന്നില്ല എന്ന്. ശരിക്കും ഇത് ആ കിളിയുടെ തെറ്റായിരുന്നില്ല. ആ കിളിക്ക് ആകാശത്ത് പറക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. കാലങ്ങളായിട്ട് അത് കൂട്ടിൽ കിടന്നതല്ലേ. ചിറകിന്റെ ഉപയോഗം പോലും അറിയാതെ അതൊന്നും അല്ലെങ്കിലും കൂട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യം കാണിച്ചില്ല. ചിറകുയർത്തി പറക്കാനും ധൈര്യം കാണിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഇതുപോലെ പലയിടങ്ങളിലും പലരുടെയും ഫ്രീഡം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ സുബുവിനും തോന്നാൻ തുടങ്ങി തന്റെ ഗ്രാമത്തിൽ നടക്കുന്നത് ഇതാണെന്ന്. ഓരോ അന്ധവിശ്വാസങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീകളുടെ മുഖമെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും ആ ആചാരങ്ങൾക്കെതിരെ സംസാരിക്കാൻ അവൾക്കും തോന്നിയില്ല. ഇവിടെ രത്നയില്ലാതെ അവളുടെ ഹസ്ബൻഡ് നല്ലപോലെ കഷ്ടപ്പെടുന്നു. രത്നയാകട്ടെ ആമിയുടെ കൂടെ ആ യാത്ര എൻജോയ് ചെയ്യുകയാണ്. അവരൊരു പാലത്തിലൂടെ നടക്കുമ്പോൾ സുബുവിനാകട്ടെ നടക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. അവളുടെ പർദ്ദ പറന്നു പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ പാലത്തിന്റെ താഴേക്ക് നോക്കുമ്പോൾ അവൾക്ക് പേടിയാകുന്നുണ്ടായിരുന്നു. അവരോട് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ചു ദൂരം മാറി ഫോൺ റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. അവളുടെ മനസ്സിലപ്പോഴും അമ്മ പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മ വരും. പർദ്ദ അവളെ എപ്പോഴും സംരക്ഷിക്കുമെന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവളുടെ ഫോണിൽ റേഞ്ച് വന്നു. അവളുടെ ഫ്രണ്ടിന്റെ മെസ്സേജ് അവൾ കാണുന്നുണ്ട്. രാജേഷിന്റെ വിവാഹം തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ തകർന്നു പോയിട്ട് രാജേഷിനെ കോൾ ചെയ്യുന്നു. രാജേഷ് ആകട്ടെ വിവാഹ ഫംഗ്ഷനിൽ ഇരിക്കുന്നു. അവന്റെ അച്ഛൻ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. അവൾ ആകെ തകർന്ന് അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരാകട്ടെ അവളെ പിടിച്ചു കൊണ്ടുപോകും. അവളുടെ നിലവിളി കേട്ടിട്ട് ആമിയോ രത്നെ അവിടേക്ക് വരുമ്പോൾ കാണുന്നത് ഈ ആൾക്കാർ അവളെ വലിയൊരു വണ്ടിയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇവരെ കണ്ടതും വണ്ടി എടുത്തുകൊണ്ട് പോയി. ആ മൗണ്ടൻ ക്ലൈംബേഴ്സ് അതുവഴി വന്ന കാരണം ആമിയോ രത്നെ അവരെ വിളിച്ചുകൊണ്ട് സുബുവിനെ കിഡ്നാപ്പ് ചെയ്ത് ആ വണ്ടിയുടെ പിറകെ പോയി. ആ ആൾക്കാർ അവളുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറാൻ ശ്രമിച്ചു. അവളുടെ പർദ്ദയും അവർ വലിച്ചു കീറി. പിറകെ ആൾക്കാർ അവളെ രക്ഷിക്കാൻ ശ്രമിക്കാൻ വരുന്നത് കണ്ട് പേടിച്ച് സുബുവിനെ അവർ വണ്ടിയിൽ നിന്നും എടുത്ത് താഴെ കിട്ടു. അവൾക്ക് അത്യാവശ്യം പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. മെന്റലി ആകെ തകർന്നാണ് അവൾ റൂമിലേക്ക് വരുന്നത്. തന്റെ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ കള്ളമായിരുന്നു. ഈ പർദ്ദ ഒരിക്കലും തന്നെ സംരക്ഷിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പർദ്ദയിട്ടിട്ടും അവരെന്നെ ഉപദ്രവിച്ചത് എങ്ങനെയാണ്? എല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അലറിക്കറിയാൻ തുടങ്ങി. ആമി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തിലുള്ള ആചാരങ്ങളെല്ലാം തന്നെ ആൾക്കാരുടെ അന്ധവിശ്വാസങ്ങളാണ്. ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയുടെ മുഖം മറ്റുള്ളവർ കണ്ടുവെന്ന് കരുതിയിട്ട് അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ജീവനില്ലാതെ ജനിക്കില്ല. തങ്ങളുടെ മുഖം മറ്റുള്ളവരെ കാണിച്ച് സ്ത്രീകളെയും ആത്മഹത്യ ചെയ്യാതെ നിന്നിരുന്നെങ്കിൽ ആ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളെല്ലാം ഒരു കുഴപ്പമില്ലാതെ ജനിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെയെങ്കിലും ആ അന്ധവിശ്വാസം അവിടെ നിന്നേനെ. പക്ഷെ ആരും അതിന് മുതിർന്നില്ല. അതുകൊണ്ട് നീയും ആ അന്ധവിശ്വാസത്തിന് പുറകെ പോവാതെ നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ അവൾ സുബുവിനോട് പറയുന്നു. അപ്പോൾ ശ്രാവന്തിയുടെ കുഞ്ഞ് മരിക്കില്ലേ എന്ന് സുബു ചോദിക്കുമ്പോൾ ആമി പറയുന്നുണ്ട്, ഒരിക്കലും മരിക്കില്ല. നീ നിന്റെ പർദ്ദ ഊരിക്കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിന് എന്ത് വരാനാണ്? അതുമല്ല അവിടുത്തെ ദേവിയായ ജ്വാലം ഒരിക്കലും ഒരു സ്ത്രീയുടെ മുഖം മറക്കാൻ ആഗ്രഹിക്കില്ല. ഒരു കുഞ്ഞിനെയും ആ ശാപത്തിന്റെ പേരിൽ കൊല്ലുകയുമില്ല. ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്കും ധൈര്യം വരാൻ തുടങ്ങി. ഈ അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ട് അവൾ അവളുടെ ജീവിതം ആസ്വദിക്കാൻ ശ്രമിച്ചു. അന്ന് ആദ്യമായിട്ട് അവൾ അവളുടെ മുഖത്തു നിന്നും ആ പർദ്ദ മാറ്റി. മറ്റുള്ള എല്ലാവരും അവളുടെ ഫേസ് കാണുന്നതിൽ അന്ന് മുതൽ അവൾക്കൊരു പ്രശ്നവും തോന്നിയില്ല. അവളുടെ ഫോട്ടോ വെച്ച് ഫ്ലക്സുകൾ കണ്ടിട്ട് എല്ലാവരും അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. അവരാരും അവളോട് മോശമായിട്ടല്ല പെരുമാറിയിരുന്നത്. ആ ഫോട്ടോ അവിടെ വന്നതൊരു തെറ്റല്ലാന്ന് അവൾക്ക് മനസ്സിലായി. ആ ഫോട്ടോ എല്ലാവരും കണ്ടുവെന്ന് കരുതിയിട്ട് തനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ആമി വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്കുടനെ തന്നെ അയാളെ കാണാമെന്ന്. ഡാൻസ് സ്ലൈഡൊക്കെ മാറിയ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും യാത്ര തിരിക്കാം. എന്നാൽ തനിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാൽ കൊള്ളാമെന്നാണ് സുബു പറയുന്നത്. കാരണം അവൾ ആ ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് കേട്ടപ്പോൾ ആമിയും കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ച് അവിടെ കുറെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടായിരുന്നു ലൈഫ് ഇത്രയധികം എൻജോയ് ചെയ്യുന്നത്. അവിടെ വന്ന മൗണ്ടൻ ക്ലൈംബേഴ്സിനെല്ലാം തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവരൊരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളും എഴുതാൻ തുടങ്ങി. അതിലൊന്ന് ഇതായിരുന്നു, തന്റെ ഗ്രാമത്തിലൂടെ പർദ്ദയില്ലാതെ എല്ലാവരുടെ മുന്നിലൂടെ കൂടെ നടക്കണം. ആ ടൈമിൽ ആ ഫോട്ടോഗ്രാഫർ ഇവരുടെ മെസ്സേജ് എല്ലാം കണ്ടിട്ട് ഇവൾക്കൊരു റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: അയാൾ ഒരു സൗത്ത് ഇന്ത്യയിലെ നാറ്റീവ് ബേർഡിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നത്. ആ പാടത്ത് വെച്ചിട്ട് ഒരു പക്ഷിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് അയാളുടെ മുന്നിലേക്ക് അവൾ വന്നത്. അതുവരെയും ഞാനൊരു മനുഷ്യന്റെ ചിത്രം പകർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു നിമിഷത്തിൽ എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഫോട്ടോ പകർത്താൻ എനിക്ക് അപ്പോൾ തോന്നിയത്. ഇതുവരെയുള്ളതിൽ വെച്ചിട്ട് എന്റെ ബെസ്റ്റ് വർക്കാണ് അതെന്നും അയാൾ പറയും. ആ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അവളുടെ കൺസെന്റ് നേരിട്ട് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നിട്ടും കുറെ അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താൻ പറ്റാത്തത് കാരണമാണ് കൺസെന്റ് ഇല്ലാതെ ഞാൻ ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത്. അത് ഇത്രയും വലിയ പ്രശ്നത്തിന് ഇടയാക്കുമെന്ന് തനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. എല്ലാത്തിനും അയാൾ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ എന്നെ കൊണ്ടാവുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും അയാൾ പറയുന്നു. എല്ലാം കേട്ടു കഴിഞ്ഞ് സുബു പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കാൻ നമുക്കൊരു കാരണവുമില്ല, നമുക്ക് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന്. അവരങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ബോയ്സ് വണ്ടിയിൽ വന്നിട്ട് ഇവരോട് സൈഡ് കൊടുക്കാൻ പറയുന്നു. ഇവർ സൈഡ് കൊടുത്തിട്ടും അവർ കയറി പോകുന്നില്ല. സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നു പറഞ്ഞിട്ട് കളിയാക്കിയിട്ടാണ് പോകുന്നത്. അത് കേട്ടിട്ട് ആമിക്ക് ദേഷ്യം. ആമി അവരെ ചേസ് ചെയ്ത് ആ ഒരു റേസിൽ മുന്നിലെത്തുന്നു. എന്നാൽ ആ ചേസിങ്ങിൽ ശരിക്കും പേടിച്ചത് രത്നേ സുബു ആയിരുന്നു. അവരോടൊക്കെ നീ എന്തിനാ മത്സരിക്കാൻ പോയത്, നിന്റെ അഹങ്കാരം അതൊക്കെ എന്ന് ഇവർ പറയുമ്പോൾ ദേഷ്യത്തിൽ ആമി പറയുന്നുണ്ട്, എനിക്ക് അവരോട് മത്സരിച്ചതിൽ സന്തോഷം കിട്ടിയെന്ന്. അവരോട് മത്സരിച്ചതിന് എന്ത് സന്തോഷമായി ഇത്ര കിട്ടിയതെന്ന് ചോദിക്കുമ്പോഴാണ് ആമി തന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു പെണ്ണായതിന്റെ പേരിൽ എനിക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടു, പല പ്രൊമോഷനുകളും നഷ്ടപ്പെട്ടു.
അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവരുടെ കൂടെ ആ റേസിംഗിലെങ്കിലും ജയിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് അവൾ പറയുന്നു. ഇവിടെ രത്നയുടെ ഹസ്ബൻഡ് രത്നയെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുകയാണ്. തനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മര്യാദക്ക് നീ ഇവിടെ വരുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് രത്ന സുബുവിനോട് പറയുന്നുണ്ട്, എല്ലാവർക്കും എന്തിനും ഞാൻ വേണം, എൻ്റെ സ്വപ്നങ്ങളെ കുറിച്ച് ആർക്കും ഒരു ചിന്തയുമില്ല, എന്നും ആ വീട്ടിനുള്ളിൽ തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ലോകം കാണുന്നത് തന്നെ നിങ്ങളുടെ കൂടെ ഈ യാത്രക്ക് വന്നതിന് ശേഷമാണ്. ഇവിടെ നമ്മുടെ ആമിയാകട്ടെ അവിടെ വെച്ച് മറ്റൊരു ലേഡിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരവിടുത്തെ ഒരു ഓഫീസറാണ്. ആമി തനിക്ക് കുട്ടികൾ വേണ്ട, വിവാഹം വേണ്ട, അങ്ങനെയുള്ള ലേഡീസ് ഒന്നും തന്നെ ജീവിതം ആസ്വദിക്കുന്നില്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു. എന്നാൽ മറ്റേ ലേഡി അവളോട് പറയുന്നുണ്ട്, തൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, തനിക്ക് കുട്ടികളുമുണ്ട്, ഞാൻ ഈ ജോലിയും ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നുമുണ്ട്, എല്ലാവരെയും നീ അങ്ങനെ കാണണ്ട, ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കണമെന്ന് അവൾ സ്വയം തീരുമാനിച്ചാൽ മതി. തീരുമാനങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് അവളുടെ സ്വപ്നങ്ങൾ ഇല്ലാതെയാവുന്നത്. അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവളുടെ മനസ്സ് മനസ്സിലാക്കി തൻ്റെ ഫ്രണ്ടായിട്ടെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ അവളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആകും. ആ സ്ത്രീ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആമിക്കും താൻ അനാവശ്യമായിട്ട് സുബുവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട പോലെയൊക്കെ അവൾക്ക് തോന്നി. അത് കാരണം അവൾ സുബുവിനോട് രത്നയോടുമൊക്കെ സോറി പറയുന്നുണ്ട്. നമ്മുടെ രത്ന ഇത്തവണ ധൈര്യം സംഭരിച്ച് ആ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മേമയുടെ അടുത്തേക്ക് പോയതല്ല, എൻ്റെ മേമ മരിച്ചിട്ട് വർഷങ്ങളായി, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോയത് എൻ്റെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ആ വീട് നിങ്ങളുടേതും കൂടിയാണ്, ആ കുട്ടികളും നിങ്ങളുടേതും കൂടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ വരുന്നത് വരെ വീടും കുട്ടികളെയൊക്കെ നിങ്ങൾ നോക്കാൻ പഠിക്കുക, തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഞാനിപ്പോൾ ഉള്ളത് ധർമ്മശാലയിലാണ്. അയാൾ ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. ഇതപ്പോൾ ധർമ്മശാലയിൽ പോയി എന്നായിരുന്നു അയാളുടെ ചിന്ത. ഇനി പഴയ പോലെ തന്നെ വൈഫിന്റെ അടുത്ത് തനിക്ക് അത് ചെയ്താ ഇത് ചെയ്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. ഇവിടെ ഗ്രാമത്തിൽ ഗർഭിണിയായ ശ്രാവന്തിക്ക് ചെറിയ പെയിൻ വരാൻ തുടങ്ങി. അവരുടെ കുട്ടി വയറ്റിൽ കിടന്ന് സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ആകെ ടെൻഷനിലായി. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയായിരുന്നു. ഇനിയും സമയം സുബുവിന് കൊടുക്കാൻ പറ്റില്ല. അവൾ നാളെ തന്നെ ഇവിടെ എത്തണമെന്നും ആത്മഹത്യ ചെയ്യണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. വേറെ നിവൃത്തിയില്ലാതെ അവളുടെ അച്ഛനും അവളെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാൻ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു അവൾ. ആ സമയത്ത് അവളുടെ ഫേസ് ഉണ്ടായിരുന്ന ആ ഒരു മാസികയില്ലേ, അത് അവൾ തുറന്നു നോക്കുന്നു. അതിൽ ഓരോ പേജിലും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ച ഓരോ സ്ത്രീകളെ പറ്റിയുള്ള ആർട്ടിക്കിളായിരുന്നു. അതെല്ലാം അവൾക്കൊരു ഇൻസ്പിറേഷനായി തോന്നി. അങ്ങനെ പിറ്റേന്ന് രത്നയുടെയും ആമിയുടെയും കൂടെ അവൾ നാട്ടിലെത്തി. പർദ്ദയില്ലാതെ നീ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് അവർ ചോദിച്ചെങ്കിലും സുബു പറയുന്നുണ്ട്, ഇനി എനിക്കൊന്നും നോക്കാനില്ല, ഞാൻ പർദ്ദയിടാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്ന്. അവൾ അങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആൾക്കാരെല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ശ്രാവന്തി ഇല്ല, പ്രസവവേദനയിൽ കിടക്കുന്നു. ഒരു കുട്ടി വന്ന് അവിടുത്തെ പുരുഷന്മാരോടെല്ലാം പറയുന്നുണ്ട് സുബു പർദ്ദയിടാതെ ഗ്രാമത്തിലൂടെ നടക്കുന്നു എന്ന്. ഇത് കേട്ട് അവളുടെ അച്ഛനും അവിടെ കൂടിയെത്തി. ആ സമയം വേദന കൊണ്ട് പിടഞ്ഞിരുന്ന ശ്രാവന്തിയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം സുബുവിനെ പഴിക്കാൻ തുടങ്ങി. ശ്രാവന്തി എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ശ്രാവന്തിയുടെ ഹസ്ബൻഡ് ദേഷ്യത്തോടെ സുബുവിനെ അടിക്കാൻ വരികയാണ്. അതുപോലെ തന്നെ സുബുവിന്റെ അച്ഛനാകട്ടെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തടിച്ച ശേഷം അവളുടെ മുഖം ഒരു തുണി കൊണ്ട് മൂടുന്നു. ശ്രാവന്തി എല്ലാവരും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം തിരിച്ചിട്ടി. അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. ജീവനോടെ തന്നെയാണ് ആ കുഞ്ഞു ജനിച്ചത്. എന്നാൽ ഗ്രാമവാസികൾ ഇതൊന്നും അറിഞ്ഞില്ല. ശ്രാവന്തിയുടെ ഹസ്ബൻഡ് ആവട്ടെ സുബുവിനെ അടിക്കാൻ അവളുടെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്കൊരു സ്ത്രീ ഓടി വന്ന് അവരോട് പറയുന്നുണ്ട്, ശ്രാവന്തി കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞ് ജീവനോടെ തന്നെയുണ്ടെന്ന്. അത് കേട്ടപ്പോഴാണ് സുബുവിന് ശരിക്കും സമാധാനമായത്. എല്ലാവരും ദേവിയെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. തങ്ങൾ വിശ്വസിച്ച പോലെ ആ ശാപം ആ നാടിനെ ബാധിച്ചിട്ടില്ല. അതെല്ലാം അന്ധവിശ്വാസം മാത്രമായിരുന്നു. ആ വിശ്വാസം മാറ്റി ജനങ്ങളുടെ കണ്ണ് തുറന്നത് സുബുവാണ്. പിന്നീട് അവൾ തന്നെ ദേവിയുടെ പൂജ നടത്തുന്നതും ആ നാട്ടുകാരെല്ലാം പൂജയിൽ പങ്കെടുക്കുന്നതും കാണിക്കുന്നു. ആദ്യം അവൾ തീപ്പന്ത എടുത്തിട്ട് മുഖംമൂടി കെട്ടിവെച്ചിരുന്ന ദേവിയുടെ പ്രതിമയുടെ തുണി തന്നെയാണ് കത്തിച്ചു കളയുന്നത്. അതോടെ ആ ഗ്രാമത്തിലെ സ്ത്രീകളും അവരുടെ മുഖത്തു നിന്നും ആ പർദ്ദ മാറ്റി ആ അന്ധവിശ്വാസങ്ങളെ എല്ലാം തന്നെ അവർ വലിച്ചെറിഞ്ഞു. അതിനുശേഷം ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. സുബു അവിടെ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് ആ ഫോട്ടോഗ്രാഫറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ അയാളോട് പറയുന്നുണ്ട്, അന്ന് ഞാൻ നിന്റെ ഫോട്ടോ എടുത്ത സമയത്ത് നിന്റെ കണ്ണിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു, അതായിരുന്നു എന്നെ ആ ഫോട്ടോ എടുക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ. അത് കേട്ടവൾ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ കൂടി എടുക്കണം. എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം തന്നെ ആ പർദ്ദ ഉപേക്ഷിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഒരു തവണ കൂടി വിളിക്കും. അന്ന് നിങ്ങൾ ആ ഫോട്ടോ പബ്ലിഷ് ചെയ്യണം. അവൾ പറഞ്ഞ പോലെ തന്നെ ആ നാട്ടിലെ സ്ത്രീകളെല്ലാം അവരുടെ പർദ്ദ മാറ്റി. അതിനുശേഷം അവൾ ആ ഫോട്ടോഗ്രാഫറിനെ വിളിക്കുകയും അയാൾ അവളുടെ അനുവാദത്തോടു കൂടി എടുത്ത രണ്ടാമത്തെ ഫോട്ടോ വീണ്ടും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.